ഇനി കൗതുകരമായിട്ടുള്ളൊരു കാര്യം താങ്കളോട് പറഞ്ഞുകൊണ്ട് ഞാനത് പറയാം. താങ്കൾ പറഞ്ഞ് ജയ്ഷാ ബാറ്റ് എടുത്തിട്ടുണ്ടോ? ജയ്ഷാ ബാറ്റ് എടുക്കാതെ എങ്ങനെയാണ് ICCയിലും മറ്റും പോയത്? ICCയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് അല്പം മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഏതൊരു സ്പോർട്സിൻ്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ആ സ്പോർട്സ് കളിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു മന്ത്രി, ആ ഒരു മന്ത്രി ഒരു വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ആയതുകൊണ്ടാണോ അങ്ങനെ ആയിരിക്കുന്നത്? അല്ല. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്താണ്? മാധ്യമ പ്രവർത്തന ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിന് മാത്രമേ അത് പറ്റൂ എന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം അവിടെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ഇവർ രോഗികളെ ചികിത്സിക്കാനല്ല പോകുന്നത്. അതേപോലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടുന്ന ആൾക്കാരാണ് അവിടെ പോകേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജയ്ഷായ്ക്ക് അതിന് പരിചയമില്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഫീൽഡ് ഇതാണ്. അദ്ദേഹം അഹമ്മദാബാദിലുണ്ടായിരുന്ന ക്രിക്കറ്റ് ബോർഡിൽ, പണ്ടുണ്ടായിരുന്ന സെൻട്രൽ ക്രിക്കറ്റ് ബോർഡ്, അതിൽ അദ്ദേഹം അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം GCAയിൽ വരുന്നു, ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ. ആ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് അവരുടെ നോമിനിയായിട്ട് അദ്ദേഹം BCCAയിലേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുണ്ട്. അപ്പോൾ അത് മോഡിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അമിത്ഷായുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് ഇപ്പോൾ താങ്കൾ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവി ആയതുകൊണ്ട് ഞാൻ പറയാം, ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി സ്റ്റേറ്റ് ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ UP ഒന്നാം സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവ് 2005 മുതൽ 2008 വരെ BCCAയുടെ പ്രസിഡന്റ് ആരായിരുന്നു താങ്കൾക്കറിയോ? ശരത് പവാർ ആയിരുന്നു. ശരത് പവാർ രാഷ്ട്രീയക്കാരനാണോ അതോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണോ ശരത് പവാർ? താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 വർഷം അദ്ദേഹം BCCAയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം, താങ്കൾക്ക് താല്പര്യമുള്ള ഐഡിയോളജിക്കൽ പ്രസ്ഥാനം പിന്തുണ നൽകാതിരുന്ന രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം 2-3 വർഷം ICCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിപ്പിച്ച് തന്നിരിക്കുന്ന, ബാറ്റ് നന്നായിട്ട് പിടിക്കാൻ അറിയുന്ന, നന്നായി ബോൾ അറിയാൻ അറിയുന്ന ക്രിക്കറ്റർ ആയതുകൊണ്ടാണോ അദ്ദേഹം ICCയിലേക്ക് പോയത്? അല്ല. അപ്പോൾ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ഏബിളായിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററാണ്. ശരത് പവാറിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല. അദ്ദേഹം വളരെ ഏബിളായിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെയുള്ള BCCയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല സംഘടനകളിൽ, പല ക്രിക്കറ്റ് അസോസിയേഷനുകളിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നയാളാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരാളിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ജഗ്മോഹൻ ഡാൽമിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടയാളാണ്. ജഗ്മോഹൻ ഡാൽമിയ ഇവിടെ സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, താങ്കൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായിട്ടുള്ള ആരോപണം പറയുന്ന സമയത്തും താങ്കൾ ഉപയോഗിക്കുന്ന ഉപമകളും താരതമ്യങ്ങളും എല്ലാം തന്നെ ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ് ആണ്. താങ്കൾ ഇതങ്ങ് വിട്ടേക്കൂ. ഇപ്പോൾ നമ്മൾ ഇത് ബൈ ചാൻസ് പറഞ്ഞു വന്നിരിക്കുന്ന വിഷയമാണ്, അതങ്ങ് വിട്ടേക്കൂ. പക്ഷേ ഇവിടെ പറയേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വീണ വിജയൻ്റെ കമ്പനി നൽകിയിരിക്കുന്ന സേവനം എന്താണ് ആർക്കും അറിയില്ല. CPMന് അറിയില്ല. സൈബർ അണികൾ ചിലതൊക്കെ പാടി പുകഴ്ത്തുന്നു, പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് സേവനമാണെന്ന് ആർക്കും അറിയില്ല. KSIDCയുടെ പങ്കിനെ പറ്റി അറിയില്ല. KSIDC മറുപടി നൽകാത്തത് എന്താണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? KSIDCക്ക് സ്റ്റേക്കുള്ള ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഈ ഉത്തരങ്ങൾ ഇവിടെ കിട്ടണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. അവിടെയാണ് പ്രശ്നം. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സേവനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാളിൻ്റെ വീട്ടിലേക്ക് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കുറേ ചർച്ചകൾ നടത്തി. അപ്പോൾ എനിക്ക് ഇങ്ങനെ പൈസ തരാൻ പറ്റി എന്ന് അങ്ങനെയാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യമാണ് പറയേണ്ടത്. എനിക്ക് അവരുടെ പരിചയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് കിട്ടി, അപ്പോൾ എപ്പോഴേലും വല്ല വരുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാം. എന്തിനുള്ള സോഫ്റ്റ്വെയർ? അപ്പോൾ ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയോ? അതിൻ്റെ ഷെഡ്യൂൾ എന്തായിരുന്നു? ഏത് സമയത്ത് അത് ഡെലിവർ ചെയ്തു? ഇതൊക്കെ ആൾക്കാർ അറിയേണ്ടതല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. അതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കമ്പനി എന്നല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് അങ്ങയുടെ മറുപടി എന്താണ്? അതിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ FIR ഇട്ടതിന് ശേഷം മാത്രമേ പറയൂ എന്നാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അല്ലെങ്കിൽ താങ്കൾ അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു അറ്റംപ്റ്റെങ്കിലും അതിൽ നടത്തേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.